ഞാൻ വിശ്വസിച്ചു, അതുകൊണ്ട് ഞാൻ സംസാരിച്ചു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ വിശ്വാസത്തിന്റെ അതേ ആത്മാവ് ഞങ്ങൾക്കുള്ളതിനാൽ ഞങ്ങളും വിശ്വസിക്കുന്നു, അതുകൊണ്ട് സംസാരിക്കുന്നു. ആമേൻ. ഈ വാക്യത്തിനായിട്ട് എല്ലാവരും ഒരു സ്തോത്രം പറയാമോ? ആമേൻ. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് എഴുതിയ ലേഖനമാണ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം. 2 ലേഖനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. സഭയ്ക്കകത്തേക്ക് വലിയ പ്രശ്നങ്ങൾ കയറാൻ തുടങ്ങി. ഈ സഭയെ നട്ടത് പൗലോസാണ്. അതുകൊണ്ട് തന്നെ ആ സഭകൾക്കകത്ത് കൃപാവരങ്ങൾക്കൊന്നും കുറവില്ലായിരുന്നു. ആ സഭയ്ക്കകത്ത് കരുത്തുറ്റ വ്യക്തികളുണ്ടായിരുന്നു. പക്ഷേ തൻ്റെ ശുശ്രൂഷ അവസാനിപ്പിച്ച് താൻ അവിടെ നിന്ന് മടങ്ങിക്കഴിഞ്ഞപ്പോൾ ആ ശുശ്രൂഷകൾ അപ്പോലോസ് എന്ന് പറയുന്ന കർത്താവിൻ്റെ അഭിഷിക്തൻ ഏറ്റെടുക്കുവാനിടയായി. അങ്ങനെ ഏറ്റെടുത്തതിൻ്റെ ഭാഗമായി അപ്പോലോസ് എന്ന മനുഷ്യൻ്റെ ഒരു പ്രത്യേകത, ആദ്യ കാലഘട്ടത്തിൽ യോഹന്നാൻ്റെ സ്നാനം ഏറ്റ് ശുശ്രൂഷ ചെയ്ത മനുഷ്യനാണ്. പിന്നീടാണ് യേശു കർത്താവ് മൂലമുള്ള ശുശ്രൂഷകൾ ഏറ്റെടുത്തത്. പൗലോസിനേക്കാളും ശക്തനായ ഒരു പ്രാസംഗികനാണ് അപ്പോലോസ്. അപ്പോലോസ് വളരെ ദൈവവചനത്തിൽ പ്രാവീണ്യം ഉള്ള മനുഷ്യനാണ്. അപ്പോലോസ് ശക്തനായ പ്രഭാഷകനാണ്. തൻ്റെ പ്രഭാഷണ ശൈലിയിലേക്കും പ്രഭാഷണ രീതിയിലേക്കും കോൺസെൻട്രേറ്റഡ് ആയി അദ്ദേഹം പോയപ്പോൾ സഭയ്ക്കകത്തുണ്ടായ പ്രശ്നങ്ങളെ കണ്ടുപിടിക്കാൻ അദ്ദേഹത്തിന് പറ്റിയില്ല. ഈ വിഷയം സംബന്ധിച്ച് പൗലോസിന് അറിവ് ലഭിക്കുമ്പോൾ പൗലോസ് സഭകളുടെ ഉണർവിന് വേണ്ടിയും നവീകരണത്തിനും വേണ്ടി 2 ലേഖനങ്ങൾ എഴുതി അയക്കുകയാണ്. സഭയ്ക്കുണ്ടായ വലിയൊരു പ്രശ്നം സഭ 4 തട്ടിലേക്ക് തിരിയുവാനിടയായി. 1 പൗലോസിന്റെ കൂട്ടരായി മാറി, 2 പത്രോസിന്റെ കൂട്ടരായി മാറി, 3 അപ്പൊല്ലോസിന്റെ കൂട്ടരായി മാറി, 4 യേശുക്രിസ്തുവിന്റെ കൂട്ടരായി മാറി. ആമേൻ. അതിനകത്ത് യേശുക്രിസ്തുവിന്റെ പക്ഷം ഉള്ളതിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യാം. ഇന്നത്തെ സഭകളിൽ നമ്മൾ തപ്പിക്കഴിഞ്ഞാൽ ഇവിടുത്തെ കാര്യമല്ല, ഹല്ലേലൂയ, യേശുക്രിസ്തുവിന്റെ പക്ഷം മാത്രം കാണത്തില്ല, ബാക്കി എല്ലാ പക്ഷങ്ങളും കണ്ടിരിക്കും. ആമേൻ. ഹല്ലേലൂയ. അവിടെയാണ് യേശുക്രിസ്തു പൗലോസ് ചോദിക്കുന്നത്, ഞാൻ നടുന്നവനും നട്ടവനും ഏതുമല്ല, വളർത്തുമാറാക്കുന്ന ദൈവം തന്നെയാണ് ഇതിൻ്റെ കാരണക്കാരനാകുന്നത്. ഇപ്പം പൗലോസ് ഈ 1-ാം ലേഖനത്തിനകത്തൂടെ പറഞ്ഞു വരുന്നത്, ഞാൻ നിങ്ങളുടെ ഇടയിൽ പ്രസംഗിച്ച സമയങ്ങളിൽ ഈ നിങ്ങളോട് ഞാൻ സംസാരിക്കുമ്പോൾ എനിക്ക് ഒരുപാട് ജ്ഞാനം ഉണ്ടായിരുന്നു. ന്യായപ്രമാണം സംബന്ധിച്ച് എനിക്ക് ഒരുപാട് അരുളപ്പാടുകൾ ഉണ്ടായിരുന്നു. ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഗമാലിയൻ എന്ന് പറയുന്ന ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ തിയോളജിയന്റെ മുമ്പിൽ ഇരുന്ന് ഏറ്റവും നന്നായി ന്യായപ്രമാണത്തെ വക തിരിച്ചു പഠിച്ചൊരു മനുഷ്യനായിരുന്നു ഈ ശൗൽ എന്ന് പറയുന്ന പൗലോസ്. പക്ഷെ ഞാൻ നിങ്ങളുടെ ഇടയിലായിരിക്കുമ്പോൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിലിരുന്നു. ഞാൻ നിങ്ങളോട് സംസാരിച്ചത് വാക്ചാതുര്യം കൊണ്ടൊന്നുമല്ല, മറിച്ച് എൻ്റെ പ്രസംഗം നിങ്ങളുടെ വിശ്വാസത്തിന് കാരണമായി തീർന്നത് ദൈവശക്തിയായിരുന്നു. ആമേൻ. എന്നിലൂടെ നിങ്ങളിലേക്ക് വന്നത് മുഴുവൻ അതൊരു പ്രസംഗത്തിൻ്റെ സൗന്ദര്യമൊന്നും ആയിരുന്നില്ല, മറിച്ച് നിങ്ങളുടെ വിശ്വാസത്തിന് ആധാരമായി തീർന്നത് ദൈവശക്തിയായിരുന്നു. അപ്പൊ അതിൽ നിന്ന് പിന്മാറി നിൽക്കുന്ന നിങ്ങളെ അതിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി കൊരിന്ത്യ സഭയ്ക്ക് ആധികാരികമായി പൗലോസ് ലേഖനം എഴുതുക. ഞാൻ ഇതെല്ലാം പറഞ്ഞു പോയാൽ ലേറ്റ് ആയിട്ട് വന്നിട്ട് മുഖവര പറഞ്ഞു തീർക്കും. ഞാൻ ഇതെല്ലാം വിട്ടിട്ട് നേരെ 2-ാം അധ്യായം 2 കൊരിന്ത്യ ലേഖനം 4-ാം അധ്യായത്തിനകത്തേക്ക് വരിക. ഇങ്ങനെ ഓരോ വിഷയങ്ങളെയും പരിഹരിച്ച് താൻ ഈ വിഷയത്തിനകത്ത് കൃത്യമായുള്ള ദൈവശബ്ദങ്ങൾ കൈമാറി 2 കൊരിന്ത്യ ലേഖനത്തിന്റെ പ്രാരംഭത്തിലേക്ക് വരുമ്പോൾ ക്രിസ്തീയ ശുശ്രൂഷകളെ പറ്റി പറഞ്ഞു തുടങ്ങി. മോനച്ച ഏതാരെ കുറിച്ചാ? ശുശ്രൂഷകളെ പറ്റി പറയുകയാണ്. അതിന്റെ 2-ാം അധ്യായത്തിനകത്ത് പഴയ നിയമ ശുശ്രൂഷകളെക്കാൾ പുതിയ നിയമ ശുശ്രൂഷകന്മാരും ശുശ്രൂഷയും എത്ര പ്രാധാന്യം അറിയിക്കുന്നുവോ, എത്ര തേജസ് ഉളവാകുന്നു എന്ന് പറഞ്ഞു വരികയാണ്.
4-ാം അധ്യായത്തിനകത്തേക്ക് താൻ കടന്നു വരാൻ നേരത്ത് തൻ്റെ ശുശ്രൂഷകൾ, താൻ സഭയോട് ശുശ്രൂഷകൾക്കകത്ത് അധൈര്യപ്പെട്ടു പോകാതെ, കൂട്ടിച്ചേർക്കാതെ, തന്നെ ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷയുടെ അതേ മഹത്വം അതേ ശക്തിയോടെ പ്രകടിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നു എന്ന് താൻ വെളിപ്പെടുത്തുക. അവിശ്വാസം കൊണ്ട് ഇരുളായിപ്പോയ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ കണ്ണ് ഇരുളാക്കിയിരിക്കുമ്പോൾ ദൈവം കൊടുത്ത തേജസ്സിനാൽ, ദൈവം കൊടുത്ത ലൈറ്റിനാൽ, വെളിച്ചത്താൽ, ദൈവീയ പരിജ്ഞാനം കൊണ്ട് അവരെ വെളിച്ചമാക്കി തീർക്കുന്ന ശുശ്രൂഷ തന്നിൽ നിന്ന് പ്രകടനമായി വെളിപ്പെടുന്നു എന്ന് കൃത്യമായി താൻ സഭയോട് പറയുക. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ പ്രസംഗം, ആ ഒരു ശബ്ദം അവിശ്വാസത്തിലേക്ക് മനം തിരിയുന്ന വ്യക്തികളുടെ മനസ്സ് കൃത്യമായി വിശ്വാസത്തിലേക്ക് തിരിഞ്ഞു വരാൻ വേണ്ടി, അത് അവരനുഭവിക്കുന്ന കഷ്ടതയാകട്ടെ, അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടാകട്ടെ, അവരനുഭവിക്കുന്ന പ്രയാസമാകട്ടെ, എന്തുമാകട്ടെ, ദൈവം നിങ്ങളെ വിളിച്ചതിന്റെ പിന്നിൽ നിങ്ങളുടെ വിളിയാൽ നിങ്ങൾക്ക് നിലകൊള്ളുന്ന നിങ്ങളുടെ മനോഭാവങ്ങളെ കൃത്യമായി വരച്ചെഴുതി വരുന്ന ഭാഗത്ത് പൗലോസ് പറഞ്ഞൊരു ഭാഗമാണ്, ഞാൻ വിശ്വസിച്ചു അതുകൊണ്ട് ഞാൻ സംസാരിച്ചു. ഞാൻ വിശ്വസിച്ചു, എല്ലാവരും പറഞ്ഞ ഞാൻ വിശ്വസിച്ചു. ഞാനത് വളരെ അതിശക്തമായ ഒരു വാക്കാണ്. ഞാൻ അതിലേക്ക് വരാം. അതിലേക്ക് വരുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഈ ഒരു വിഷയത്തെ ഒന്ന് മനസ്സിലാക്കി എടുക്കേണ്ടതിനായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. 7-ാം വാക്യം പറയുമ്പോൾ, എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിന്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത്. ആമേൻ. അപ്പൊ നിങ്ങൾ ആരാണ്, നമ്മൾ ആരാണെന്ന ചിന്തയ്ക്കകത്തേക്ക് ഒന്ന് ചിന്തിക്കാൻ പറ്റിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ അതിനകത്തുണ്ട്. നമ്മൾ വെറും മണ്ണല്ല. ആമേൻ. നമ്മള് മണ്ണല്ല. മണ്ണാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇന്ന് പറയുന്ന വെറും മണ്ണല്ല. ഈ മൺകൂടാരത്തിനകത്തേക്ക് ദൈവം നിക്ഷേപിച്ച ഒരു അത്യന്ത ശക്തിയുണ്ട്, ഒരാത്മാവുണ്ട്. ഒന്നുകൂടി ആഴമായിട്ട് ചിന്തിച്ചാൽ ആ ആത്മാവാണ് ഞാൻ. ആമേൻ. നിങ്ങളെ ഈ മൺകൂടാരത്തിൽ ഇപ്പൊ ഇരുത്തിയേക്കുകയാണ്. എവിടെ ഇരുത്തിയേക്ക്? ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം, എനിക്ക് നന്നായിട്ട് കയറി വരണം. നിങ്ങൾ എവിടെ ഇരുത്തിയേക്ക? ഈ മൺകൂടാരത്തിനകത്ത് ദൈവം ഇരുത്തിയേക്കുക. അതല്ലേ, നിങ്ങൾ ശരീരത്തിലിരിക്കുന്നു അല്ലേ? ഇപ്പൊ അവിടെ ഭൂമിയിലായിട്ട് എന്നാലും ശരീരത്തിലാണ് ഇരിക്കുന്നത്. ശരീരത്തിലാണ്. ഞാൻ ഇങ്ങനെ ആവർത്തിച്ച് പറയുന്ന ഒന്ന് രണ്ട് വെളിപ്പെടുത്തലുകൾ അതിനകത്ത് പറയാനാണ്. അപ്പൊ നമ്മൾ വെറും മണ്ണല്ല. ഈ ദൈവത്തിന്റെ സന്നിധിയിൽ വരുന്ന നാം ആരാണെന്നുള്ള തിരിച്ചറിവ് നമ്മുടെ അകത്ത് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് പുതുതായ എന്തെങ്കിലും ചെയ്യാനൊരു ആഗ്രഹം ഉണ്ടാകും. ദൈവത്തിന്റെ ഇഷ്ടത്തിന് വേണ്ടി, ഒന്ന് പറയാമോ? ദൈവത്തിന്റെ ഇഷ്ടത്തിന് വേണ്ടി മെനഞ്ഞ ആത്മാവാണ് ഞാൻ. ഹല്ലേലൂയ. 139-ാം സങ്കീർത്തനം അതിന്റെ 13-ാമത്തെ വാക്യം. നീയല്ലോ എന്റെ അന്തരംഗങ്ങളെ നിർമ്മിച്ചത്, എന്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു. നിങ്ങൾ ആ വാക്ക് ശ്രദ്ധിച്ചോ? നീയല്ലോ എന്റെ അന്തരംഗത്തെ നിർമ്മിച്ചത്. എന്തുവാ ഈ അന്തരംഗം? നമ്മുടെ ആത്മാവാണ്. അപ്പം അന്തരംഗത്തെ നിർമ്മിച്ചു, അതിനുശേഷം എന്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ, അതിനുശേഷം എന്റെ അമ്മയുടെ ഉദരത്തിൽ എന്നെ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? എത്ര പേർക്ക് ഇതിനെ വചനത്തെ തിരിച്ചു പഠിക്കാൻ മനസ്സിലാകുന്നുണ്ട്? എന്റെ അന്തരംഗത്തെ ആദ്യം ദൈവം മെനഞ്ഞു,
അതിനുശേഷമാണ്, ഒത്തിരി വർഷങ്ങൾക്ക് ശേഷമാണ്, എൻ്റെ സമയത്താണ് എൻ്റെ അമ്മയുടെ ഉദരത്തിൽ എന്നെ മെനഞ്ഞത്. ആദ്യം എൻ്റെ അന്തരംഗത്തെ ദൈവം നിർമ്മിച്ചു. ഇനി താഴോട്ട് നമ്മൾ വായിക്കാൻ നേരത്ത് നമ്മൾ കാണുന്ന, ഒന്ന് വായിച്ചു വിട്ടെ, ഒന്ന് പെട്ടെന്ന് വായിച്ചേ. ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കാൻ ഞാൻ നിനക്ക് സ്തോത്രം. ഭയങ്കരവും അതിശയവുമായിട്ടാണ് എന്നെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഒന്ന് നന്ദിയോടെ രാമൻ പറ. ഇതൊക്കെ നിങ്ങൾ പറയുമ്പോ ചില രോഗങ്ങൾ ഓടി അപ്പുറത്തെ പറമ്പിൽ കയറും. എന്നെ നിങ്ങളെ ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കാൻ ഞാൻ നിനക്ക് സ്തോത്രം. അത് എഴുതിക്കൊണ്ടിരിക്കുമ്പോ തന്നെ ആ വെളിപ്പാട്, ഈ സങ്കീർത്തനക്കാരൻ എഴുതിക്കൊണ്ടിരിക്കുമ്പോ തന്നെ പുള്ളി അറിയാതെ സ്തോത്രം പറയാണ്. എന്താണ്? ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കാൻ ഞാൻ എന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒന്ന് പറ, എന്നെ ഭയങ്കരവും ആണെന്ന് ആ തിരിച്ചറിവിലേക്ക് എത്തിയ നീ ഒരു ഭയങ്കരവും അതിശയമാകും. ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കാൻ ഞാൻ എന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിന്റെ പ്രവർത്തികൾ അത്ഭുതകരമാകുന്നു, അത് എന്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു. നമ്മളത് അറിയുന്നുണ്ടോ? നിന്റെ പ്രവർത്തികൾ അത്ഭുതകരമാകുന്നു, അത് എന്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു. എന്റെ ഉള്ളം, അത് നമ്മളിത് അറിയാത്തതാണ് നമ്മുടെ പ്രശ്നം. അറിയുന്നു. ഞാൻ രഹസ്യത്തിൽ ഉണ്ടാക്കപ്പെടുകയും ഭൂമിയുടെ അധോ ഭാഗങ്ങളിൽ നിർമ്മിക്കപ്പെടുകയും ചെയ്തപ്പോൾ എന്റെ അസ്ഥികൂടം നിനക്ക് മറവായിരുന്നില്ല. എന്റെ ബോഡിയിലാണ് അല്ലേ? ഇപ്പം നമ്മൾ പറഞ്ഞോണ്ടിരുന്നത് ഈ താഴത്തെ 14 വാക്യം വായിച്ചേ. ഞാൻ പിണ്ഡാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണ് എന്നെ കണ്ടു, നിയമിക്കപ്പെട്ട നാളുകളിൽ ഒന്നും ഇല്ലാതിരുന്നപ്പോൾ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു. ഈ വാക്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഈ അന്തരംഗത്തെ, നമ്മുടെ അകത്തെ ആത്മാവിനെ ദൈവം നിർമ്മിച്ചപ്പോൾ നീ ഭൂമിയിൽ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം അവന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. നന്നായിട്ട് നന്ദി പറ. ഇവിടെ പാവം ഇല്ല, പാവമൊക്കെ അത് കഴിഞ്ഞിട്ടാ. കർത്താവ് പ്രീ പ്ലാൻ ചെയ്തിട്ടുണ്ട് നിന്നെ കുറിച്ച്. നന്നായിട്ടൊന്ന് കയറി വരാമെങ്കിൽ ഇച്ചിരി നല്ല വചനങ്ങൾ ഞാൻ നിങ്ങളുടെ അകത്തേക്ക് ഇട്ട് തരാം. നിന്നെപ്പറ്റി ഹല്ലേലൂയ ഇപ്പോൾ നിങ്ങളിൽ ലൈഫിനകത്ത് സംഭവിക്കേണ്ടിയിരിക്കുന്നതല്ല, അതിനേക്കാൾ വിലപ്പെട്ട ചിലത് നിന്നെക്കുറിച്ച് ദൈവത്തിന് പ്ലാനുണ്ട്. ഹല്ലേലൂയ. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, നിന്റെ അന്തരംഗത്തെ, നിന്റെ ആത്മാവിനെ, നിന്നെ ദൈവം നിർമ്മിച്ചപ്പോൾ ദൈവത്തിനൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ ഉദ്ദേശം പ്രവൃത്തിയിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ് ഭൂമിയിൽ ശരീരത്തിനകത്തേക്ക് നിന്നെ ആക്കിയിരിക്കുന്നത്. ഈ ഭൂമിയിലേക്ക് ദൈവം നമ്മളെ ആക്കിയതിന്റെ പിന്നിൽ ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം നിവർത്തീകരിക്കപ്പെടാൻ വേണ്ടിയാണ് ഈ ശരീരത്തിനകത്തേക്ക് നിങ്ങളെ ആക്കിയിരിക്കുന്നത്. ബാക്കി എല്ലാ പ്രശ്നവും ശരീരം ബന്ധപ്പെട്ട് വരുന്നു. നമ്മളിപ്പോൾ ശരീരത്തിന്റെ പ്രശ്നങ്ങൾ, ശരീരത്തിന്റെ അവസ്ഥ അത് തീർക്കാൻ നടക്കുകയാണ്. പക്ഷെ കർത്താവ് പറയുന്നു ഇവിടെ, നിന്നെ ഈ ശരീരത്തിനകത്തേക്ക് ദൈവം ആക്കിയതിന്റെ പിന്നിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. എഫീസ്യ ലേഖനമാണ് ഏറ്റവും ആദ്യം പറയുന്നത്. ഈ ഭൂമിയുടെ ഫൗണ്ടേഷന് മുമ്പുള്ള കാര്യം പറയുന്ന പുസ്തകമാണ് എഫീസ്യ ലേഖനം. സഭയെക്കുറിച്ചുള്ള പ്ലാൻ പറയുന്ന പുസ്തകമാണ് എഫീസ്യ ലേഖനം. എഫീസ്യ ലേഖനത്തിൽ പറയുന്നു, സൽപ്രവർത്തികൾക്കായിട്ട് നിങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അടുത്തിരിക്കുന്ന ആളെ ഒന്ന് തട്ടിയിട്ട് പറ, സൽപ്രവർത്തികൾക്കായിട്ട് നിങ്ങൾ. അച്ഛാ ഇത് ശരിക്കും കേട്ടാ, പറയുമ്പോ രോഗം ഓടിപ്പോവും. സൽപ്രവർത്തികൾക്കായിട്ട്. ഭൂമിയിൽ മനുഷ്യ ശരീരത്തിനകത്തേക്ക് ദൈവം നിർമ്മിച്ച ആത്മാവ് വരുന്നതിന് മുമ്പേ ദൈവത്തിന് നമ്മളെ കുറിച്ച് ഒരു വലിയ പദ്ധതി ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ചെയ്യുന്നൊന്നുമല്ല. ആ പദ്ധതി എന്താണെന്ന് തിരിച്ചറിയുക എന്നുള്ളത് നമ്മുടെ ഏറ്റവും വിലപ്പെട്ട കാര്യമാണ്. ഒന്ന് പറഞ്ഞാട്ടെ, എന്നെ ഈ ശരീരത്തിനകത്തേക്ക് ദൈവം ആക്കിയതിന്റെ പിന്നിൽ
ദൈവത്തിനൊരു മാസ്റ്റർ പ്ലാൻ ഉണ്ട്. അത് നീ അറിയുന്നതാണ് നിന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ കാര്യം. നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല പലരും. തുറന്നു വരട്ടെ, വചനം തുറന്നു വരട്ടെ. ഹല്ലേലൂയ. ഇന്ന് പകൽ മേ ബി യു ആർ എ നേഴ്സ്, മേ ബി യു ആർ എ ബിസിനസ് മാൻ. നിങ്ങൾ ആരായിരുന്നു, നിങ്ങൾ അവിടെ നിൽക്കുക. സർവലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. സർവലോകത്തെയും സാത്താൻ മലിനമാക്കിയിരിക്കുന്നു. ആ സ്ഥലത്തേക്ക് ദൈവം നിന്നെ ഒരു ബിസിനസ് മാനായി അപ്പോയിന്റ് ചെയ്യുമ്പോൾ, ദൈവം നിന്നെ ഒരു നേഴ്സായി അപ്പോയിന്റ് ചെയ്യുമ്പോൾ, ദൈവം നിന്നെ ആക്കിയ സ്ഥാനത്ത് സാത്താൻ മലിനമാക്കിയ അവന്റെ രാജ്യം അവൻ നിർമ്മിച്ച അവസ്ഥയ്ക്കകത്ത് അതിനെ തകർക്കാൻ ദൈവം നിന്നെ നിർത്തിയിരിക്കുന്നിടത്ത് ഒരു പദ്ധതിയുണ്ട്. സാത്താൻ മലിനമാക്കിയെടുത്ത് നിന്നെ ദൈവം അപ്പോയിന്റ് ചെയ്തെടുത്ത് നിനക്കൊരു ഉത്തരവാദിത്വമുണ്ട്. അത് നീ നിന്നെ കുറിച്ചുള്ള പ്ലാൻ മനസ്സിലാക്കുന്നിടത്ത് നിന്നിൽ നിന്നത് തുറന്നു വരും. അതൊന്ന് സഭയ്ക്ക് വെളിവാക്കി കൊടുക്കുകയാണ് പൗലോസ്. ഈ മൺകൂടാരത്തിനകത്ത്, ഈ മൺകൂടാരത്തിനകത്ത് അത്യന്ത ശക്തി വെളിപ്പെട്ട് നിൽക്കുക. ഓ, എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഈ മൺകൂടാരത്തിനകത്ത് അത്യന്ത ശക്തി വെളിപ്പെട്ട് നിൽക്കുക. നിന്റെ ശക്തി കൊണ്ട്, നിന്റെ കഴിവ് കൊണ്ട്, നിന്റെ ജീവിതം കൊണ്ട് ഈ പ്രശ്നത്തെ പരിഹരിക്കാൻ കഴിയത്തില്ല. അതിനുവേണ്ടി ദൈവം ഉദ്ദേശിച്ചതുപോലെ ദൈവത്തിന്റെ ശക്തിയും കൂടെ നമ്മുടെ അകത്ത് ദൈവം പകർന്നിട്ടുണ്ട്. ഓ ഹല്ലേലൂയ. സഭ ഈ അന്തരീക്ഷത്തെ സ്വീകരിച്ചോണം. നിന്റെ കഴിവല്ല, നിന്റെ ബലമല്ല, നിന്റെ പ്രാപ്തിയല്ല, ദൈവം തന്റെ ശക്തി, ദൈവം തന്റെ അമാനുഷത നിന്റെ അകത്ത് പകർന്നിട്ടിട്ടുണ്ട്. വളരെ ശ്രദ്ധിച്ചിരിക്കണം. ഇന്ന് ഇതിനകത്ത് ചില രോഗങ്ങൾ വിട്ടുമാറും. വളരെ പ്രാധാന്യത്തോടെ ഇരിക്കണം. ഇന്ന് ചില കുടുംബങ്ങൾ ഫ്രീ ആകും. നിങ്ങൾ വളരെ പ്രതീക്ഷയോടെ ഇരിക്കണം. ഇന്ന് ഇതിനകത്തും പുറത്തും ദൈവപ്രവർത്തികൾ സംഭവിച്ചിരിക്കും. പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങൾ അറിയാത്ത ചില മേഖലകളെ ഈ ദൂത് പോയി തൊട്ടിരിക്കും. നമ്മളൊരു സഭയിൽ പോയി ഇരിക്കുന്നതോ, നമ്മൾ ഞായറാഴ്ച വന്ന് കൂടുന്നതൊന്നും സാത്താന് വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ല. അങ്ങനെ ഞാൻ പറയുന്നു. പക്ഷെ നീ നിന്റെ അകത്ത് നിൽക്കുന്ന ആ അമാനുഷികനായ ദൈവശക്തിയെ നീ തിരിച്ചറിഞ്ഞ് അതിൻ്റെ പ്രഭാവത്തിൽ ജീവിക്കാൻ നീ തയ്യാറായാൽ നിന്റെ മുമ്പിൽ ദൈവം നിന്നെ കുറിച്ച് ഉദ്ദേശിച്ചത് പുറത്തു വരും. അത് മുണ്ടക്കയത്ത് നിന്നെ കുറിച്ച് ഉദ്ദേശിച്ചത് പുറത്തു വരും. നിങ്ങളെ എവിടെ ആക്കിയിരിക്കുന്നു അവിടെ നിൽക്ക്. എന്നിട്ട് നിന്റെ അകത്തുള്ള ദൈവശക്തിയെ നീ പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുക. പൗലോസ് തന്റെ അനുഭവത്തെ ചൂണ്ടിയാണ് ഈ വിഷയം സഭയുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഞങ്ങൾ കഷ്ടത അനുഭവിക്കുന്നുണ്ട്, പക്ഷെ തകരത്തില്ല. 3 വാക്കുകൾ അതിനകത്ത് കാണാൻ പറ്റും. 3 വാക്കുകൾ. ഒന്ന്, താൻ ഇടുങ്ങുന്നില്ല. ഒന്ന് വായിച്ച് 8-ാം വാക്യം മുതൽ. ഞങ്ങൾ സകലവിധ കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ടുന്നവരെങ്കിലും എന്ന് പറഞ്ഞ ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ടുന്നവർ എങ്കിലും നിരാശപ്പെടുന്നില്ല, ഉപദ്രവം അനുഭവിക്കുന്നവർ എങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല, വീണുകിടക്കുന്നവർ എങ്കിലും നശിച്ചു പോകുന്നില്ല. യേശുവിന്റെ ജീവൻ. ഇത് വായിക്കുമ്പം ഇത് എങ്ങനെയും കൂടിയാണ്, ഇത് എന്താ സംഭവം എന്ന് പറഞ്ഞിട്ട് സ്വീകരിക്കണം. അല്ലെങ്കിൽ ആവശ്യമില്ലാത്തതെല്ലാം വലിച്ചേരിക്കൊണ്ട് പോകും. ഇത് പൗലോസ് പറയുന്നത്, ഞങ്ങളിൽ കഷ്ടത ഞങ്ങൾ അനുവദിക്കുകയാണ്. ഞങ്ങളിൽ ആരാ? പൗലോസ് ആരാ? ശുശ്രൂഷകനാ. ശുശ്രൂഷയെ പറ്റിയാണ് പറഞ്ഞു വരുന്നത്. നിങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാകുന്നില്ല. നിങ്ങളുടെ ലൈഫിനകത്ത് കർത്താവിന്റെ ജീവൻ, ഇവിടെ പറയുന്ന ഈ അത്യന്ത അഭിഷേകം വെളിപ്പെടാൻ ഞാൻ എന്നിൽ പ്രയാസങ്ങളാൽ കൊള്ളുന്നു. എപ്പിഫ്രാസ് കഴിഞ്ഞ ആഴ്ച പ്രസംഗിച്ചപ്പോൾ ഞാൻ പ്രസംഗിച്ചപ്പോൾ എപ്പിഫ്രാസിന്റെ ഭാവം സ്കിപ്പ് ചെയ്ത് പറഞ്ഞു. അതിനകത്തൊരു ഭാഗമുണ്ട്, ഞാൻ വല്ലാതെ പ്രയാസപ്പെടുന്നു, സഭയ്ക്ക് വേണ്ടി പ്രയാസം. പൗലോസ് പറയുന്നു, ഞാനും പ്രയാസപ്പെടുന്നുണ്ട്, ഞാനും കഷ്ടത അനുഭവിക്കുന്നുണ്ട്. ഇത് ക്രിസ്തീയ ലൈഫിനകത്തുള്ള കഷ്ടതയല്ല, മറിച്ച്
ഒരു ദേശത്തിലെ ജനം പുറത്തു വരാൻ വേണ്ടി ഈ മനുഷ്യൻ തന്നെ ദൈവീയ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ഇതിങ്ങനെ മനസ്സിലാക്കണം. കൊരിന്ത്യലേഖനം ഇങ്ങോട്ട് വായിച്ചു വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഭാഗമുണ്ട്. ഇതെന്തിനാ ഇതെല്ലാം പറയുന്നത്? ഇതൊന്നും പറഞ്ഞില്ല. ഞാൻ കഷ്ടത അനുഭവിച്ചെന്നോ ബുദ്ധിമുട്ട് അനുഭവിച്ചെന്നോ ഒന്നും പൗലോസ് പറയാതെ ശുശ്രൂഷ ചെയ്തിട്ട് പോയത്. അപ്പോട്ട് മാറി ഇരുന്നപ്പോൾ ഇവരെല്ലാവരും നാല് ഭാഗത്തേക്ക് പോയപ്പോൾ പൗലോസ് എഴുതി അറിയിക്കുകയാണ്. അതിന്റെ 1:8 നമുക്ക് കാണാൻ പറ്റും. ആസ്തിയിൽ ഞങ്ങൾക്കുണ്ടായ കഷ്ടം നിങ്ങൾ അറിയാതിരിപ്പാൻ. ഒന്ന് വായിക്കാമോ? സഹോദരന്മാരെ, ആസ്യയിൽ ഞങ്ങൾക്കുണ്ടായ കഷ്ടം നിങ്ങൾ അറിയാതിരിപ്പാൻ ഞങ്ങൾക്ക് മനസ്സില്ല. ജീവനോടിരിക്കുമോ എന്ന് നിരാശ തോന്നുമാറ് ഞങ്ങൾ ശക്തിക്ക് മീതെ അത്യന്തം ഭാരപ്പെട്ടു. ഇതിനകത്തുനിന്ന് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്തുനിന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഇത് ശുശ്രൂഷ നിമിത്തമുള്ള കഷ്ടതയാ. എന്താണ്? സുവിശേഷം നിമിത്തമുള്ള കഷ്ടതയാണ്. അല്ലാതെ വേറൊരു കഷ്ടതയുണ്ട്, അത് ഞാൻ പറയാം. സുവിശേഷം നിമിത്തമുള്ള കഷ്ടത. പൗലോസ് ഇവിടെ പറയുന്നു, നിങ്ങളിൽ ജീവൻ വ്യാപരിക്കേണ്ടതിന്, നിങ്ങളിലെ അത്യന്ത ശക്തി വ്യാപരിക്കേണ്ടതിന് ഞാൻ എന്നെ തന്നെ ചപ്പും ചവറുമായി നിങ്ങൾക്ക് വേണ്ടി വിട്ടു തന്നിരിക്കുകയാണ്. എന്നിൽ മരണത്തെ, അഥവാ മരണം എന്നൊക്കെ വരുമ്പോ വാക്കിനെ നിങ്ങൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കണം. പൗലോസ് പറയുന്നുണ്ട്, ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവുള്ളത് സഭയുടെ ഉദ്ധാരണത്തിന് വേണ്ടി ഞാൻ എന്നിൽ അനുവദിക്കുക. 1-ാം നൂറ്റാണ്ടിലെ സഭ നല്ലതുപോലെ കഷ്ടപ്പെടേണ്ടി വന്നു. കാരണം ആ ദേശത്ത് സഭ വളരുക എന്ന് പറയുന്നത് റോമൻ ഭരണകൂടവും അന്നത്തെ യഹൂദ മതവും അംഗീകരിക്കത്തില്ല. അതുകൊണ്ട് ഒരുപാട് അടി, ഒരുപാട് ശിക്ഷ, ഒരുപാട് പ്രയാസങ്ങൾ, ഒരുപാട് ബുദ്ധിമുട്ടുകൾ, ഒരുപാട് കഷ്ടതകൾ അവർ അനുഭവിക്കേണ്ടി വന്നു. ഇതൊക്കെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിലാണ് വന്നിരിക്കുന്നത്. അതേസമയം തന്നെ ഒരു ഭാഗത്ത് പൗലോസ് തന്നിൽ കഷ്ടത എന്ന് പറയുമ്പോൾ അടുത്ത ഭാഗത്ത് പറയാം, നിങ്ങളിൽ അഭിവൃദ്ധി വെളിപ്പെടേണ്ടതിന്, നിങ്ങളിൽ ജീവൻ വെളിപ്പെടേണ്ടതിന്, നിങ്ങളിൽ നന്മയുണ്ടാകേണ്ടതിന് ഞാൻ ഇത് മൊത്തം. ഇപ്പൊ ക്രിസ്തീയ ശുശ്രൂഷകളെ സംബന്ധിച്ച് സഭയെ പരിപാലിപ്പിക്കുമ്പോൾ, സഭയെ നടത്തുമ്പോൾ, സഭയുടെ ലീഡർഷിപ്പിനകത്ത് ബുദ്ധിമുട്ടുകളുണ്ട്. അതിനകത്ത് പൗലോസ് പറയാണ്, ഈ അനുഭവങ്ങളിലൊക്കെ ഇടുങ്ങിപ്പോകുന്നില്ല. കഷ്ടത അനുഭവിക്കുന്നവരെങ്കിലും ഞങ്ങൾ ഇടുങ്ങുന്നില്ല, നിരാശപ്പെടുന്നില്ല, ഉപേക്ഷിക്കപ്പെടുന്നില്ല, നശിച്ചു പോകുന്നില്ല. കാരണം എന്താണെന്നറിയോ? നിങ്ങൾ കാണുന്ന മണ്ണ് മാത്രമാണ്, പക്ഷെ മണ്ണിനപ്പുറം ഞങ്ങളുടെ അകത്തൊരു അത്യന്ത ശക്തിയുണ്ട്. പക്ഷേ ഇത് ക്രിസ്തീയ ശുശ്രൂഷകൾ നിമിത്തമാണെങ്കിൽ ക്രിസ്ത്യൻ ലൈഫിനോടുള്ള ബന്ധത്തിൽ നിങ്ങൾ മറന്നു പോകാതിരിക്കേണ്ട ഒരു കാര്യം, ഭൂമിയിൽ കഷ്ടത വിതയ്ക്കുന്ന ഒരു ദുഷ്ടസിംഹാസനമുണ്ട്. നിയമത്തിന് വിരോധമായി കഷ്ടത നിർമ്മിക്കുന്ന ദുഷ്ടസിംഹാസനത്തിന് നിന്നോട് സഖ്യത ഉണ്ടാകുമോ? നിയമത്തിന് വിരോധമായി കഷ്ടത നിർമ്മിക്കുന്ന ദുഷ്ടസിംഹാസനത്തിന് നിനക്ക് സഖ്യത ഉണ്ടാകുമോ? ഇത് രണ്ടുകൂടെ കൂട്ടിക്കലർത്തിയാണ് ഇന്നത്തെ ആൾക്കാർ പഠിച്ചു വെച്ചേക്കുന്നത്. ശുശ്രൂഷ നിമിത്തം ഉണ്ടാകുന്ന പ്രയാസങ്ങളുണ്ട്. പക്ഷേ ഭൂമിയിൽ കഷ്ടത വിതയ്ക്കുന്നത് മുഴുവൻ താനാണ്. ഇയ്യോബിന്റെ ലൈഫിനകത്ത് കഷ്ടത ഇട്ടതാരാ? ആരാണ്? അതാനാണ്. ദൈവം അതിനെ അനുവദിച്ചു എന്നാണ് കിടക്കുന്നത്. പത്രോസിനോടുള്ള ബന്ധത്തിൽ നിന്നെ ദുഷ്ടൻ പാറ്റിക്കളയേണ്ടതിന് പല പ്രാവശ്യവും ശ്രമിച്ചപ്പോൾ ഞാൻ തടുത്തു എന്നാ പറയുന്നത്. ഇപ്പൊ ഭൂമിയിൽ കഷ്ടത വിതയ്ക്കുന്നത് സാത്താനാണെന്ന് മനസ്സിലാക്കണം. ആരാണ്? ദൈവഗീതാണെന്ന് പറഞ്ഞ് സ്വത്രം പറഞ്ഞ് ഏറ്റെടുക്കരുത് ദൈവഗീത. ഇത് തിരിച്ചറിയുന്നില്ലെങ്കിൽ ഇത് രണ്ടും എങ്ങനെയാണെന്നറിയാതെ ഞാൻ ഈ ദിവസങ്ങൾ ഇങ്ങനെ പ്രസംഗിക്കുന്നത് കണ്ടതുകൊണ്ടാണ് ഇങ്ങനത്തെ ആലോചനകൾ എനിക്ക് പറയേണ്ടി വരുന്നത്. ഇവിടെയല്ല പറയേണ്ടി വരുന്നത്. അസ്തിയിൽ പൗലോസ് തൻ്റെ ജീവന്റെ നേരെ വലിയ ഭീഷണി നേരിട്ടു. അവിടെ പറയുന്നത് അവരുടെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടു പോകുമോ എന്ന് പ്രയാസപ്പെട്ടു പോയി, ആശ നഷ്ടപ്പെട്ടു പോയി. മരിച്ചവരുടെ ഇടയിൽ നിന്ന് അവര്
ഉയർപ്പിക്കുന്ന കർത്താവിലേക്ക് തന്നെ കേന്ദ്രീകരിച്ചു അവരുടെ. അഥവാ ഇനി ഞങ്ങൾക്ക് ആ ഒരു ഉയർപ്പ് സംഭവിക്കുന്ന രീതിയിലുള്ള മരണം സംഭവിച്ചു പോകും. ആ കഷ്ടത ഏതാ? സുവിശേഷം നിമിത്തമുള്ളതാ. അതിനെ അങ്ങനെ പഠിക്കണം. അതിന് ഇത് വരുമ്പം അതാന്ന് വെച്ച് പഠിച്ച് ആമേൻ ആമേൻ ദൈവഹിതമാണെന്ന് പറഞ്ഞ് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ എന്നെ പ്രാർത്ഥിക്കാൻ വിളിച്ചേക്കരുത്. കാരണം എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ സഖ്യത കൂടുക. നിങ്ങൾ നിയമത്തിന് വിരോധമായി കഷ്ടത നിർമ്മിക്കുന്ന ദുഷ്ടസിംഹാസനത്തിന് നിന്നോട് സഖ്യത ഉണ്ടാകുമോ? ഇല്ല. നിങ്ങൾക്ക് അതിനോട് സഖ്യത ഇല്ല. അപ്പം ജീവിതത്തെ പരിശോധിക്കണ്ടേ? അമ്മായിമ്മയുടെ വായിൽ നിന്നും വരാം, മരുമകളുടെ വായിൽ നിന്ന് വരാം, അയലോക്കംകാരുടെ വായിൽ നിന്ന് വരാം, ആരുടെ വായിൽ നിന്നും നിങ്ങൾക്ക് ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ വെളിപ്പെടാം. പക്ഷേ ഇതിനകത്ത് നിന്നെ വിളിച്ച ദൈവത്തിന്റെ ഉദ്ദേശം എന്നാണെന്ന് അറിഞ്ഞുകൊണ്ട് നിന്നോണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് ബ്രേക്ക് ചെയ്യാനായിട്ട് എത്ര പേർക്ക് താല്പര്യമുണ്ട്? വചനം പറയുന്നു, അവൻ ദോഷങ്ങളാൽ പരീക്ഷിക്കുന്ന. അതൊക്കെ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ദോഷങ്ങളാൽ പരീക്ഷിക്കുന്ന. പരീക്ഷ എന്ന വാക്ക് തന്നെ മലയാളത്തിൽ തെറ്റിച്ചേട്ടേക്കുന്നത്. പത്മേന്റി, പരീക്ഷ എന്ന് പറഞ്ഞ വാക്ക് തന്നെ തെറ്റിയാ വന്നേക്കുന്നത്. പരിശോധന എന്നുള്ള സ്ഥലത്ത് എന്തുകൊണ്ടിട്ട് പരീക്ഷ എന്നുള്ള വാക്കുകൊണ്ട് ഈ പരീക്ഷ എന്ന വാക്ക് അത് ഇംഗ്ലീഷിൽ നിന്ന് പഠിക്കാൻ നേരത്തെ ടെംപ്ടേഷൻ എന്ന വാക്കാണ്. എന്താണ് ടെംപ്ടേഷൻ? ആരാ ഇടുന്നേ? സാത്താൻ. ആരാണ്? മനസ്സിലാക്കണം. ഇപ്പൊ സാത്താനാണ് പരീക്ഷണം നടത്തുന്നത് നിങ്ങളെ വെച്ച്. അതിന്റെ പിന്നിൽ എങ്ങനെയും നിങ്ങളെ കുടുക്കിക്കളഞ്ഞ് വീഴ്ത്തുക എന്നത് മാത്രമേ ഉള്ളൂ. ദൈവം നിങ്ങളെ പരിശോധിക്കും, എന്തേലും ഒന്ന് ഏൽപ്പിക്കാൻ വേണ്ടി. നീ വിശ്വസ്തനാണോ ഇല്ലയോ? ദൈവം പരിശോധിക്കും. നീ വിശ്വസ്തനായി തെളിഞ്ഞാൽ നിന്നെ ചില ഉത്തരവാദിത്തങ്ങൾ ദൈവം ഏൽപ്പിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ഏൽപ്പിക്കുന്നത് കൊണ്ട് നശിപ്പിക്കും. ഹല്ലേലൂയ. ഇപ്പം വിശ്വസ്തനായി തെളിയാൻ വേണ്ടിയുള്ള പ്രാപ്തിയും ദൈവം തന്നെയാണ് നമ്മുടെ അകത്തിട്ടേക്കുന്നത്. അത് ആത്മശക്തിയെ നമ്മുടെ അകത്തിട്ടിരിക്കുന്നു. നിങ്ങൾ എത്ര പേരെൻ്റെ കൂടെ ഉണ്ട്? ഈ ആത്മശക്തിയാൽ നമ്മൾ വിശ്വസ്തരായി തെളിഞ്ഞാൽ പരിശോധനയിൽ നമുക്ക് വെളിപ്പെടുന്ന ഏതൊരവസ്ഥയും ജയിക്കാനുള്ള കഴിവ് ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷേ കഷ്ടത വിതയ്ക്കുന്ന ആ ദുഷ്ടസിംഹാസനത്തിനോട് നമുക്ക് സഖ്യത ഇല്ല എന്ന്, കോംപ്രമൈസ് ഇല്ല എന്ന് തിരിച്ചറിയുകയാണ്. ഇതെങ്ങനെ തിരിച്ചറിയണം? തിരിച്ചറിയണമെങ്കിൽ വചനം വായിച്ചാൽ തിരിച്ചറിയാൻ പറ്റും. ദൈവാത്മാവിന്റെ വിവേചന ശക്തി പ്രാപിച്ചാൽ തിരിച്ചറിയാൻ പറ്റും. നിങ്ങൾക്ക് എത്ര പേർക്കറിയാം സ്വർഗരാജ്യത്തിലുള്ള പോലെ എല്ലാ കോപ്പി എവിടെയുണ്ടെന്നറിയോ? ദൈവം ഉണ്ടെങ്കിൽ സാത്താനും, സ്വർഗം ഉണ്ടെങ്കിൽ, ദൈവത്തിന്റെ ദൂതന്മാരുണ്ടെങ്കിൽ, നിങ്ങൾ പറ, സാത്താന്റെ ദൂതന്മാരും അവനും ആത്മാവാണ്, ദൈവം ആത്മാവാണ്. ഞാൻ ഈ ദിവസങ്ങൾ മനസ്സിലാക്കുന്നത് നമുക്ക് ആത്മശക്തിയുണ്ട്, അവനും ശക്തിയുണ്ട്, അവനും ടങ്സ് ഉണ്ട്, അവനും എന്തുണ്ട്? ഭാഷയുണ്ട്. അതുകൊണ്ട് വളരെ നിങ്ങൾക്ക് ഞാനിത് ഈ വിഷയങ്ങളെ നന്നായി ചിന്തിച്ച് മനസ്സിലാക്കിയ സംസാരിക്കുന്നത്. നമ്മൾ അന്യഭാഷ പറഞ്ഞിട്ട് നമുക്കൊരു അഭിവൃദ്ധി ഇല്ല, നമുക്കൊരു ദൈവസാന്നിധ്യം അനുഭവിക്കാൻ കഴിയുന്നില്ല, നമുക്കൊരു ആത്മീയ അഭിവൃദ്ധി ഇല്ലെങ്കിൽ നിങ്ങളുടെ ടങ്സിനെയൊക്കെ നിങ്ങൾ പരിശോധിച്ചോണം. മനസ്സിലാകുന്നവർക്കായി ഷോർട്ട്.
അപ്പം എങ്ങനെയും നമ്മളെ തെറ്റിച്ച് കളഞ്ഞ ആ ദുഷ്ടസിംഹാസത്തിന്റെ കഷ്ടത വിതയ്ക്കുന്ന കഷ്ടതയ്ക്കകത്തേക്ക് കൊണ്ടുപോകുക എന്നുള്ള ലക്ഷ്യം അവന്റെ അജണ്ടയ്ക്കകത്ത് അവന്റെ ദൂതന്മാരെ കൊണ്ട് നിവർത്തീകരിക്കുമ്പോൾ ഈ പകല് ഞാൻ അവനെ ബൂസ്റ്റപ്പ് ചെയ്യല്ല, പക്ഷെ തിരിച്ചറിയണം സഭ, നിന്നെ നിർത്തിയിരിക്കുന്നത് അവനെ വെട്ടാനാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച ഞാൻ തുടർമാനമായിട്ട് സംസാരിക്കുക, ഇനി കർത്താവ് അവിടെ അനങ്ങാതിരിക്കുകയുള്ളൂ, നമ്മളാണ് പ്രവർത്തിക്കേണ്ടത്. അല്ല, ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, സങ്കീർത്തനത്തിനകത്ത് എടുത്ത് പറഞ്ഞു, എൻ്റെ ശത്രുക്കളെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലത്ത് ഭാഗത്ത് ഇരിക്കാം. എൻ്റെ സഭയെ കൊണ്ട്, സഭേനെ തോൽപ്പിച്ച സാത്താനെ സഭയെ കൊണ്ട് ജയിക്കാനാണ് ദൈവത്തിൻ്റെ പദ്ധതി. അവിടെയാണ് ഇന്നത്തെ മനുഷ്യപുത്രനോട് ചോദിക്കുന്ന ദൂത് വരുന്നത്. മനുഷ്യപുത്ര, നിനക്ക് പ്രവചിക്കാൻ പറ്റോ? ഈ ജനം, ഈ അസ്ഥി ഒരു സൈന്യമാകത്തക്ക രീതിയിൽ നിനക്ക് വിശ്വസിക്കാൻ പറ്റുമോ? അങ്ങനെ ഉണ്ട് അതിനകത്ത്. നിനക്ക് അങ്ങനെ കാണാൻ പറ്റുമോ? എനിക്ക് അവരെ കുറിച്ച് വലിയ പ്ലാൻ ഉള്ളത് കൊണ്ടാണ് ഞാൻ അവരെ അന്തരംഗത്തെ മെനഞ്ഞത്. എന്നിട്ട് അവരുടെ അമ്മയുടെ ഉദരത്തിനകത്ത് ഞാൻ അവരെ നിർമ്മിച്ചു. വലിയ ഉദ്ദേശം നിങ്ങളെക്കുറിച്ച് ദൈവത്തിനുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഭാഗത്തേക്ക് നമ്മൾ ചിന്തിക്കാൻ നേരത്ത് നമ്മുടെ നിരൂപണങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. നിരൂപണങ്ങളെ കുറിച്ച്, ഉള്ളിലെ വിചാരങ്ങളുടെ ബഹുത്വത്തെ കുറിച്ച് പറയുന്നുണ്ട്. ദുഷ്ടവിചാരങ്ങളുടെ, അതിന്റെ 11-ാം വാക്യം 94-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, മനുഷ്യരുടെ വിചാരങ്ങൾ മായ എന്നും യഹോവ അറിയുന്നു. യഹോവ ദുഷ്ടന് കുഴി കുഴിക്കുവോളം അനർത്ഥ ദിവസത്തിൽ നീ അവനെ വിശ്രമിപ്പിക്കേണ്ടതിന്. ഞാൻ ഈ വിഷയം തുറക്കാതെ പറഞ്ഞു വിടാം. ഈ 20-ാം വാക്യത്തിനകത്ത് ദുഷ്ടസിംഹാസനത്തോട് സഖ്യത ചേരരുത് എന്ന് കർത്താവ് പറയുമ്പോൾ അതിന് മുന്നോടിയായി കിടക്കുന്നത് മനസ്സുകൊണ്ട് അവന്റെ കൂടെ നിൽക്കരുതെന്നാണ്. മനസ്സുകൊണ്ട് അവിടെ നിൽക്കാതിരുന്നാൽ നമ്മുടെ ശരീരത്തിന്റെ മേൽ അവകാശം പറയാൻ അവന് പറ്റത്തില്ല. ഹല്ലേലൂയ. നമ്മുടെ മനസ്സ് കർത്താവിൽ എപ്പോഴും ഏകാഗ്രതമായിരിക്കണം. നമ്മുടെ ആത്മാവ് നമ്മളിൽ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതെന്ന്, ദൈവീയ ഉദ്ദേശപ്രകാരം എങ്ങനെ പ്രവർത്തിക്കേണ്ടതെന്ന് നമ്മുടെ മനസ്സ് ജാഗരൂപരായിരിക്കണം. എത്ര പേര് ആഗ്രഹിക്കുന്നു? നിങ്ങളെ നയിക്കുന്നത് നിങ്ങളുടെ ബുദ്ധിയാണോ, നിങ്ങളുടെ ആത്മാവാണോ? സത്യത്തിൽ ഞാൻ ഒരു കാര്യം, നിങ്ങൾ അറിഞ്ഞാലും അറിഞ്ഞില്ലല്ലേ, നിങ്ങളെ നയിക്കുന്നത് ആത്മാവാണ്. ആത്മാവ് പോയി കഴിഞ്ഞാൽ പിന്നെ ഈ ശരീരത്തിനും ദേഹിക്കും ഒക്കെ ഒന്നും പറയാനില്ല. ഇപ്പൊ ബുദ്ധിയാണെന്ന് പറഞ്ഞിരിക്കരുത്. ബുദ്ധി നമുക്ക് ദൈവം തന്നതാ. ഓ ബുദ്ധി, ഞാനീ പറഞ്ഞു വരുന്നത് ഈ ബുദ്ധിനെ കൊണ്ട് ആത്മാവിനെ കയറി കൺട്രോൾ ചെയ്യരുത്. ഇത്രയുള്ള ഞാൻ ഉദ്ദേശിച്ചത്. ബുദ്ധി കൊണ്ട് ആത്മാവിനെ കയറി കൺട്രോൾ ചെയ്താൽ ആ ഉദ്ദേശം നടക്കത്തില്ല. ഇട്ട ആയുധം എങ്ങനെയായാലും നിരങ്ങി തീർക്കാന്നേ ഉള്ളൂ. അതല്ല ദൈവത്തിന്റെ പദ്ധതി. ഇപ്പോഴും കർത്താവ് വെയിറ്റ് ചെയ്യുക. നീ പ്രവചിക്കുമെന്ന്, നീ വിശ്വസിക്കുക എന്ന് പറഞ്ഞ് കർത്താവ് വെയിറ്റ് ചെയ്യുകയാണ്. അതാണ് ഇവിടെ പറയുന്നത്, ഞങ്ങൾ വിശ്വസിച്ചു, ഞങ്ങളത് സംസാരിച്ചു. ഞങ്ങൾ വിശ്വസിച്ചു, അതുകൊണ്ട് ഞങ്ങൾ സംസാരിച്ചു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ വിശ്വാസത്തിന്റെ അതേ ആത്മാവ് ഞങ്ങൾക്കുള്ളതിനാൽ ഞങ്ങളും സംസാരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. രാവിലെ എഴുന്നേറ്റ് 15 മിനിറ്റ് പ്രാർത്ഥിച്ചാൽ മതി, പക്ഷെ അതിനകത്ത് 10 മിനിറ്റ് വിശ്വാസം പറയണം. അതൊരു പ്രൊഫറ്റിക്കൽ ആക്റ്റാണ്. അറിയാതെ നിങ്ങളുടെ നാവ് 10 പ്രാവശ്യം വിശ്വാസം പറഞ്ഞാൽ നിങ്ങളുടെ അകത്തൊരു ആത്മാവ് ഇങ്ങനെ ചലിക്കാൻ തുടങ്ങും. എബ്രായ ലേഖനത്തിനകത്ത് പറയുന്ന ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല എന്നും വരുമാറ് ഈ ലോകം ദൈവത്തിന്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു. റോമാലേഖന കർത്താവ് പറയുന്നു, ആ വചനം നമുക്ക് സമീപമായി നമ്മുടെ ഉള്ളിലായിരിക്കുക. എവിടെയാണ്?
ഇനി നിങ്ങൾ വല്ലതും പറഞ്ഞാലേ വല്ലതും നടക്കുള്ളൂ. ഇതിനകത്ത് സാത്താന്റെ ഏറ്റവും, ഞാൻ ഈ സാത്താനെ പറ്റി പറയുന്നില്ല, സാത്താന്റെ ഏറ്റവും വലിയ അജണ്ട നിങ്ങൾ വാ തുറന്നൊന്നും മിണ്ടരുതെന്നുള്ളതാണ്. വാ തുറന്ന് മിണ്ടിപ്പോയാൽ വല്ലതും സംഭവിക്കും. ഇതിന് വേറൊരു സാധനമുണ്ട്, അവിശ്വാസം പറയാൻ നാവ് തുറക്കുകയും ചെയ്യും. അല്ലേ? കഴിയത്തില്ല, പറ്റത്തില്ല, ഇല്ല 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 ഇല്ല, ഇത് പറയാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ലാതിരിക്കുക ഉണ്ടെന്ന് പറയണം. ഇതെങ്ങനെ പറയാൻ പറ്റും? അകത്തിരിക്കുന്ന ആത്മാവിനെ കൊണ്ടേ പറയാൻ പറ്റൂ. അതാണ് അബ്രഹാമിന്റെ ഫെയ്ത്ത് അബ്രഹാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. റോമാലേഖനം 4-ാം അധ്യായം. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ദൈവത്തിന്റെ ദൃഷ്ടിയിൽ തന്നെ തന്നെ കണ്ടു. മനസ്സിലായോ? എന്താ അതിന്റെ അർത്ഥം? ഇല്ലാതിരിക്കെ ഉണ്ട് എന്ന് ഡിസൈൻ ചെയ്യുന്ന, മെനയുന്ന ആ ദൈവത്തിന്റെ ദൃഷ്ടിക്കകത്തേക്ക്, ദൈവത്തിന്റെ കണ്ണിന്റെ കാഴ്ചക്കകത്തേക്ക് അബ്രഹാം തന്നെ തന്നെ ചിന്തിക്കാൻ തുടങ്ങി. നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ മുഴുവൻ ചേഞ്ച് ചെയ്യണം. ഒന്നും ഇല്ലാതിരിക്കെ ദൈവം അന്തരംഗത്തെ നിർമ്മിച്ചെന്ന അതിന്റെ പിന്നിൽ എന്നാ ഒരു ബിഗ് ഡിസൈൻ ഇരിപ്പുണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ കർത്താവാണ് ഏറ്റവും വലിയ ഡിസൈനർ. അവന്റെ ഡിസൈനെ തോപ്പിക്കാൻ ഇന്ന് വരെ ഒരു ഡിസൈനും വന്നിട്ടില്ല. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ വളരെ ലേറ്റാണ്, ഉറങ്ങുമായിരുന്നു, ഭയങ്കര ക്ഷീണമായിരുന്നു. പക്ഷെ ഇറങ്ങി വന്നപ്പോൾ മഴയുടെ കാറും ഈ ഇവിടുത്തെ ആ മറ്റേ കുന്നുകളെയും കൂടെ നോക്കിയപ്പോൾ പെട്ടെന്ന് ഞാൻ എഴുന്നേറ്റ് പോയി വണ്ടിക്കകത്ത്. എന്നാ ഭംഗിയായിരുന്നു. 10 മിനിറ്റ് കഴിഞ്ഞാൽ ആ സെയിം കാഴ്ച അതല്ല. അത്ര ഡിസൈനറാണ് എൻ്റെ കർത്താവ്. അതിനേക്കാളും മനോഹരമായിട്ട് ദൈവം നിങ്ങളെ ഡിസൈൻ ചെയ്തേക്കുന്നത്. നിങ്ങളെ ദൈവം ഡിസൈൻ ചെയ്തിരിക്കുന്ന അതിനേക്കാളും മനോഹരമായിട്ടാണ്. നിങ്ങളെ നോക്കി പറയണം. വേറെ ആരെക്കുറിച്ചും പറയണ്ട. ഈ അന്യഭാഷ എന്ന് പറയുന്നത് തന്നെ ദൈവം നിങ്ങളെക്കുറിച്ചുള്ള വൻകാര്യങ്ങളെ നിങ്ങൾക്ക് വിശ്വസിച്ച് പറയാൻ മേലാത്തത് കൊണ്ട് ആത്മാവിനകത്ത് ഇട്ടിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ വിശ്വാസം പറയണം. അബ്രഹാം പറഞ്ഞ എന്നാണ്? അബ്രഹാം പറയാ ഇല്ലാതിരിക്കുക താൻ ഉണ്ടെന്ന് പറയുക. എത്ര പേർക്ക് പറ്റും? ഞാൻ കഴിഞ്ഞ 3-4 വർഷമായിട്ട് അതേ മെസ്സേജ് തന്നെ തുടരുക. ഇല്ലാതിരിക്കുക ഉണ്ടെന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. ആർക്കെങ്കിലും മനസ്സിലായ ഞാൻ അന്നേരം നിർത്തുന്നത്. ഇല്ലാതിരിക്കുക ഉണ്ടെന്ന് പറയാൻ ഒരുത്തിന് പറ്റുകൊണ്ടോ? അവൻ വേറിട്ടവനാ. അവന്റെ അകത്ത് ആത്മാവ് ചലിക്കുന്നുണ്ട്. ഇത് മനസ്സും ആത്മാവും തമ്മിലുള്ള ഒരു അവസ്ഥയാണ്. മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല. മനസ്സുകൊണ്ട് അംഗീകരിച്ചാൽ നിന്റെ അകത്ത് ഇട്ട ദൈവം ഉദ്ദേശിച്ച് ഇട്ട ആത്മാവ് തന്റെ പ്രവൃത്തി ചെയ്യും. നിങ്ങളല്ല നിങ്ങളുടെ ആത്മാവിനകത്തേക്ക് ഇറങ്ങി വന്ന അത്യന്ത ശക്തി ചെയ്യും. തട്ടി ഉണർത്തിയിട്ട് മനുഷ്യപുത്രനെ ചോദിക്കുകയാണ്, നമ്മൾ രണ്ടുകൂടെ ഇങ്ങോട്ട് വന്നതിന്റെ പിന്നിൽ ഒരു കാരണമുണ്ട്. നിനക്കതിനകത്ത് വിശ്വാസം ഉണ്ടോ ഇല്ലയോ? ഈ മനുഷ്യന് അത്ര വിശ്വാസം പോരാ. പക്ഷെ നീ അറിയുന്നുണ്ട്, കാറ്റ് കൊണ്ട് താഴ്വരയിൽ നിർത്തി അസ്ഥികളിൽ നിൽക്കും. കണ്ടാ വിശ്വസിക്കാൻ പറ്റില്ല. അവൻ കണ്ണങ്ങ് അടച്ചിട്ട് ആത്മാവിൽ അങ്ങ് പറഞ്ഞു പറയുമ്പോ തന്നെ പറന്നു വരും. ഒന്ന് പറഞ്ഞാട്ടെ, ഇതെല്ലാം ആത്മമണ്ഡലത്തിൽ ഓൾറെഡി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ആത്മമണ്ഡലത്തിനകത്ത് എല്ലാം ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾക്ക് പകരമായിട്ട് കർത്താവാണ് ഇത്. നമുക്ക് പകരം, നിങ്ങൾക്ക് നല്ല, നമുക്ക് പകരമായിട്ട് ഈ സുവിശേഷീകരണം കർത്താവാണ് ചെയ്യുന്നതെങ്കിൽ ഒറ്റ ശബ്ദം മതിയാണ്. ഒറ്റ ശബ്ദം. എന്തിനാണ് നമ്മുടെ കയ്യിൽ തേപ്പിച്ചേ? നിങ്ങളെ തോപ്പിച്ചിട്ട് വഴിയാധാരമാക്കിയിട്ടില്ലേ? അവിടെ നിന്ന് നീ തിരിച്ചടിക്കാൻ വേണ്ടിയാണ് അവൻ നിന്നെ ഏൽപ്പിച്ചിട്ട്. സാത്താനോട് ദേഷ്യമുള്ളവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഈ ശൗലുണ്ടല്ലോ, ശൗല പുതിയ നിയമത്തിലെ ശൗലല്ല. പുള്ളി അഭിഷേകം നഷ്ടപ്പെട്ടവനായിട്ട് അകത്ത് കയറിയിരിക്കുക. എവിടെ? ദാവീദിന്റെ ചേട്ടന്മാരും ഉണ്ട്. അവരിടയ്ക്കിടയ്ക്ക് വന്ന് ഒളിഞ്ഞു നോക്കുന്നുണ്ട്. ഒരുത്തൻ താഴ്വരയിൽ നിന്നുകൊണ്ട്
പച്ചയ്ക്ക് വെല്ലുവിളിക്കുക. എൻ്റെ പേരാണ് ഗോലിയാത്ത്. ഇവർക്കൊന്നും കണ്ടിട്ട് യാതൊരു കുഴപ്പവും ഇല്ല. പക്ഷേ വനാന്തരത്തിൽ നിന്ന് ഒരുത്തൻ വരും, അവൻ ഇത് കണ്ടിട്ട് സഹിക്കുന്നില്ല. എന്നാ സഹിക്കാതെ? അകത്താത്മാവ് കിടപ്പുണ്ട്. വലിപ്പത്തിൽ അവരാണ് വലുത്. വാള് ശൗലിന്റെ കയ്യിലാണ് ഉള്ളത്. ശരീരത്തിൽ രാജാവിന്റെ വസ്ത്രം ശൗലിന്റെ കയ്യിലാണ് ഉള്ളത്. പക്ഷെ അഭിഷേകം ഉള്ളവന് ഇത് കണ്ടു നിൽക്കാൻ പറ്റത്തില്ല. ആത്മവീര്യമുള്ള ദൈവസഭയെ നോക്കി ആത്മാവിൽ പ്രവചിക്കുന്നു. നിനക്ക് നേരെ പടകുത്തി വരുന്നതിനെ ആത്മാവിൽ അമർച്ച ചെയ്യാനുള്ള ദൈവശക്തി ദൈവം നിന്റെ അകത്ത്, നിന്റെ മൺകൂടാരത്തിനകത്ത് അവൻ നിക്ഷേപിച്ചിട്ടുണ്ട്. ഒരു പടയാളിയെ പോലെ എഴുന്നേറ്റ് നിന്ന് വെട്ടാനുള്ള അധികാരം ദൈവം നിനക്ക് തന്നിട്ടുണ്ട്. വചനം പറയുന്നത് യുദ്ധം ചെയ്യുന്നത് യഹോവയാണ്. നിങ്ങളോട് ഒരു കാര്യമേ പറഞ്ഞോളൂ, എതിർത്ത് നിൽക്കാൻ. ഒന്ന് പറഞ്ഞാട്ടെ, എതിർത്ത് നിൽക്കാൻ. പിള്ളേരെ പറഞ്ഞാട്ടെ, എതിർത്ത്. നമുക്ക് എതിരത്തില്ല. ഇവിടെ പറഞ്ഞ പോലെ സഖ്യത കൂടാൻ പോകരുത്. സഖ്യത കൂടാൻ എതിർത്ത് നിന്നാ മതി. നിനക്ക് എനിക്ക് തമ്മിൽ ഒരു കോംപ്രമൈസും ഇല്ല. എന്റെ നന്മ, എന്റെ അഭിവൃദ്ധി, എന്റെ അനുഗ്രഹം, എന്റെ ജീവിതം അത് ദൈവത്തിൽ നിന്ന് മാത്രമുള്ളതാണ്. എന്റെ ലൈഫിനകത്ത് കഷ്ടത വിതയ്ക്കാൻ പോലും നിനക്ക് അനുവാദമില്ല. ഒന്ന് പറയാൻ പറ്റുമോ? ഒന്ന് പറയാൻ പറ്റുമോ ആത്മാവിൽ? ഉത്തരവാദിത്തപ്പെട്ട ശൗൽ, ഉത്തരവാദിത്തപ്പെട്ട ദാവീദിന്റെ ചേട്ടന്മാരെല്ലാം നിൽക്കുമ്പോൾ ഒരുവൻ അകത്തേക്ക് കയറി വരുന്നതിന്റെ പിന്നിൽ ഇവന് ഉത്തരവാദിത്വമുണ്ട്. അത് മനുഷ്യൻ ഏൽപ്പിച്ചതല്ല, ദൈവം ഏൽപ്പിച്ചതാണ്. എന്നോടൊരു പ്രവചന ശബ്ദം പരിശുദ്ധാത്മ പറയുന്നു, നിന്നെ ഏൽപ്പിച്ച സ്ഥാനത്ത് നീ കയറി നിൽക്കുമ്പോൾ ദൈവം നിന്റെ മേൽ പുതിയ പടച്ചട്ടകളെ ഇടും. ദാവീദിന്റെ ശരീരത്ത് കിടക്കുന്നത് അറിയാതെ ഊരി, ഹല്ലേലൂയ, ശൗലിൽ നിന്ന് ദാവീദിലേക്ക് വരുന്നതിന്റെ പിന്നിൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത് കൊണ്ടാണ്. എന്നോട് പരിശുദ്ധാത്മാവ് പ്രവചിക്കാൻ പറയുന്നു, ചില ഉത്തരവാദിത്തം നീ ഏറ്റെടുക്കാമെങ്കിൽ നീ അറിയാതെ നിന്റെ മേൽ പുതിയ ദൈവീയ വസ്ത്രങ്ങൾ വന്നു ചേരും. സഭയൊന്ന് കര അടിച്ചതിന് ഏറ്റെടുത്താണ്. ദൈവം പുതിയ വസ്ത്രങ്ങൾ നൽകാൻ, പുതിയ അതോറിറ്റികൾ നൽകാൻ ആഗ്രഹിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ദൈവം നിന്നെ വിളിച്ചത് രാജാവായിട്ടാ. ഞാൻ എവിടെ നിന്ന് കൊണ്ടുവന്ന് പ്രസംഗിക്കുന്നതാണ് അല്ല, നിന്റെ പേരാ രാജകീയ പുരോഹിത വർഗം. ഇതാണ് പഴയ നിയമ പുസ്തകങ്ങൾക്കകത്ത് ദൈവത്തിന്റെ ജനത്തിന് ഒരു 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 ഹല്ലേലൂയ വിഭാഗത്തിന് മാത്രം എഴുതി വെച്ച, അതിനകത്ത് നിന്ന് ഹല്ലേലൂയ ദൈവം സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു സമൂഹത്തിന് മാത്രം ഉണ്ടായിരുന്ന ആ രാജകീയ അധികാരം അഭിഷേകം ഉള്ളവരുടെ മേൽ ദൈവം വെളിപ്പെടുത്തിയിരിക്കുകയാണ്. നീയും കൂടെ മനസ്സ് വെക്കണം. നിന്റെ വിളിയെ നീ തോപ്പിക്കരുത്. നിന്റെ അഭിഷേകത്തെ, ഞാൻ ഇങ്ങനെ പറയാം, നിന്റെ വിളിയെ ഒന്ന് പറഞ്ഞാട്ടെ, എൻ്റെ വിളിയെ, നിങ്ങളുടെ വിളിയെ നിങ്ങൾ തോപ്പിക്കരുത്. നിന്റെ അഭിഷേകത്തെ നീ ചെറുതാക്കരുത്. നിന്റെ വിടുതലിനെ നീ മാറ്റിവെക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭൂമിയിൽ എവിടെയായിരുന്നാലും, ഏത് ജോലിയിലായിരുന്നാലും ദൈവം നിന്നെ അവിടെ ആക്കിയതാണെങ്കിൽ അവിടെ സാത്താന്റെ രാജ്യത്തെ പൊളിക്കാനുള്ള പദ്ധതി ദൈവം ഒരുക്കും. ഞാൻ പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലായി? അതിനാ എഫെസ്യരുടെ വാക്യം ഒന്ന് കോട്ട് ചെയ്ത് വിട്ടത്, സൽപ്രവർത്തികൾക്കായിട്ട് അവൻ നിന്നെ മുന്നൊരുക്കിയിരിക്കുന്നു. ഞാനിത് പറയാനുള്ള കാര്യമുണ്ടല്ലോ, ദൈവ അതോറിറ്റി നിർത്തിയ സഭയെ, അല്ലെങ്കിൽ ദൈവം നിർത്തിയ ആൾക്കാരുടെ നിർത്തിയ അവിടെ എല്ലാവരുടെയും ദൈവം അതിൻ്റെ പേര് മാറ്റി കളഞ്ഞിട്ടുണ്ട്. ആമേൻ. ഈ ചിങ്ങവനത്ത് ഒരു സ്ഥലത്തിൻ്റെ പേര് ഹെബ്രോൻപുരം എന്നാണ്, അല്ല തിരുവല്ലയിൽ. ചിങ്ങവനത്തെ ഈ തമ്പിപ്പാസ്റ്റ സ്ഥലത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞത് സിയോൻപുരോ അങ്ങനെ ഉണ്ടാവും. എങ്ങനെ പേര് മാറി? പണ്ട് ഈ പേരായിരുന്നില്ല. എങ്ങനെയാ പേര് മാറിയേ? അഭിഷേകം ജ്വലിപ്പിക്കാൻ തയ്യാറാണെങ്കിൽ നിന്റെ ദേശത്തിന്റെ പേര് മാറ്റാനുള്ള അതോറിറ്റി നിങ്ങളുടെ തലയ്ക്ക് മീതെ കിടപ്പുണ്ട്. ലൂസിന്റെ പേരെങ്ങനെയാണ് ബഥേലെന്നാകുന്നേ? ബഥേലെന്നായത് എങ്ങനെയാ?
ഇവൻ ഓടിപ്പോയതൊന്നും ആരും അറിഞ്ഞിട്ട് പോലുമില്ല, അല്ലേ? യാക്കോബ് അങ്ങോട്ട് പോയ പോക്ക് ആരെയും കണ്ടിട്ടില്ല, ആരും അറിഞ്ഞില്ല. പക്ഷെ അവൻ കടന്നു പോയപ്പോൾ ആ സ്ഥലത്തിന്റെ പേര് മാറി. പ്രസൻസ് ഓഫ് ഗോഡ്, ദൈവ സാന്നിധ്യമാണ് ആ പേരിനെ മാറ്റിക്കളഞ്ഞത്. എന്നോട് പറയുന്നു, സ്ഥാനവും പേരും മാറാൻ പോവുകയാണെന്ന് പരിശുദ്ധാത്മാവ് പ്രവചിക്കുന്നു. ഏറ്റെടുക്കുന്നവർ ഏറ്റെടുത്തോണം. സ്ഥാനവും മാറും, പേരും ദൈവം മാറ്റും. ആത്മാവിൽ പറയുന്നു, ഓൺലൈനിൽ കേൾക്കുന്നവരോട് ഞാൻ ആത്മാവിൽ പറയുന്നു, നിന്നെ കഷ്ടതയ്ക്കകത്ത് കുടുക്കിയ നിന്റെ ദേശത്തെ വിട്ട് നീ സ്ഥാനം മാറും. നിന്റെ മേൽ പുതിയ ദൈവ പ്രവൃത്തിയും വെളിപ്പെട്ടിരിക്കും. ഹല്ലേലൂയ. വിശ്വസിച്ചത് സംസാരിക്കാൻ താല്പര്യമുണ്ടോ? വിശ്വസിച്ചത് സംസാരിക്കാൻ. എനിക്കിനി പ്രസംഗിക്കാനൊന്നും സമയമില്ല, നിങ്ങൾക്ക് ആശയം അകത്ത് കിട്ടി. വിശ്വസിക്കുന്നത് സംസാരിക്കും. നെഗറ്റീവുകളെ ഞാൻ എൻ്റെ ലൈഫിനകത്ത് പറയത്തില്ല എന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സംസാരിച്ചിട്ടുള്ള ഭാഗമാണ്. കലത്തിലെ മാവ് കുറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അവസാനത്തെ അടയെടുത്ത് കഴിച്ച ശേഷം പിന്നെ വിശക്കുമ്പോൾ ഒരു തീരുമാനം എടുക്കാം, മരിക്കാം. പിന്നെ എടുക്കേണ്ട തീരുമാനം അല്ലേ ആൻറ്റി? അറ്റ്ലീസ്റ്റ് അവസാനത്തെ അട തിന്നേച്ചെങ്കിൽ. പക്ഷെ ഇത് തിന്നു തീരുന്നതിന് മുമ്പ് ഞാൻ തിന്നിട്ട് മരിക്കാനിരിക്കാന്ന് ചിന്തിക്കുന്ന അതെവിടുത്തെ ഇടപാടാണ്? അങ്ങനെയാണെങ്കിൽ ആ ചിന്ത എവിടെ നിന്നാണ് വരുന്നത്? അവസാനത്തെ വിശപ്പടയാണ്. അന്നേരം കർത്താവ് വിചാരിച്ചു, അങ്ങനെയാണ് നീ ആ അട അങ്ങ് തിന്നണ്ട. അങ്ങനെയാണെങ്കിൽ ആമേൻ. ഞാൻ പറഞ്ഞു വരുന്നത്, 2-3-4 ആഴ്ചക്കുള്ളിൽ ആ വീട്ടിൽ മരണം കയറിയില്ലേ? പറയരുത്, നെഗറ്റീവ് വീട്ടിൽ പറയരുത്. കുഞ്ഞുങ്ങളെ നോക്കി പറയുന്ന വ്യക്തികളോട് പറയും, നെഗറ്റീവ് പറയരുത്, അവിശ്വാസം പറയരുത്. നിന്റെ നാവ് അധികാരമുള്ള നാവാണ്. നിന്റെ നാവ് കീയാണ്. ഈ ഭൂമിയിലുള്ളതിനെ കെട്ടാനും അഴിക്കാനും ദൈവം ഇട്ടിരിക്കുന്ന അധികാരമാണ് നിന്റെ നാവ്. എത്ര പേരെന്നെ കേൾക്കുന്നുണ്ടോ? ഹല്ലേലൂയ. ഞാൻ എൻ്റെ ഉള്ളം ഇങ്ങനെ തുടിക്കുന്നത്, ഉള്ളം ഇങ്ങനെ പറയാൻ പ്രേരിപ്പിക്കുന്നത്, ഈ വിശ്വാസം പറയാനുണ്ടെങ്കിൽ നിന്റെ അകത്തെ അഭിഷേകം നീ തിരിച്ചറിയും. മനസ്സിലായോ? അയച്ചാൻ ഒരു 10 ദിവസം വിശ്വാസം ഒന്ന് പറഞ്ഞു നോക്ക്. അകത്ത് കിടക്കുന്ന അഭിഷേകത്തിന്റെ ശക്തി എന്നാന്ന് ആദ്യം നിങ്ങളറിയും. നമ്മൾ ഈ നെഗറ്റീവ് പറഞ്ഞാൽ വേറെ സംഭവം അറിയുന്നത് എന്നാണെന്ന് എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. എന്നിട്ട് ദൈവത്തെയും പഴിക്കും, എല്ലാവരെയും പഴിപ്പിച്ചു. ഞാൻ എൻ്റെ വാക്ക് നിർത്താം. 1-2 കാര്യം ഇവിടെ പറഞ്ഞിട്ട് വാക്ക് നിർത്താം. എത്ര പേർക്ക് വിശ്വാസം പറയാൻ താല്പര്യമുണ്ട്? രാവിലെ എഴുന്നേറ്റ് ഒഴിഞ്ഞ പാത്രത്തെ നിറവെന്ന് പറയണം. അതല്ലേ പ്രവാചക ശബ്ദം? കടക്കാര് പിടിക്കുമെന്ന് പറഞ്ഞ പറയും, നിനക്ക് പറ്റാത്തോളം പാത്രം മേടിച്ച് കൂട്ടിക്കോ, നിറയ്ക്കുന്നവൻ വന്നോളും. അതിനകത്തൊരു ആലോചന കിടപ്പുണ്ട്. നിനക്ക് എത്രത്തോളം പറ്റുമോ അളവ് നിന്റെ അകത്താ. അളവ് നിന്റെ എത്രത്തോളം മേടിക്കത്തോളം ഞാൻ നിറയ്ക്കാൻ തയ്യാറാണ്. ദൈവം പരിമിതി ഇട്ടിട്ടില്ല കേട്ടോ. ഞാൻ ഇന്ന് രാവിലെ പറയാം, ദൈവം ഒരു പരിമിതി ഇട്ടിട്ടില്ല. ഇടക്കേതൻ ചർച്ചിലോട് ഞാൻ പറയുന്നു, അയച്ച ഒരു നിങ്ങളുടെ സമ്പത്ത് നിങ്ങളിലേക്ക് റിലീസാകാൻ ദൈവം പരിമിതി ഇട്ടിട്ടില്ല. പറ, എന്റെ അകത്ത് സമ്പത്ത് റിലീസ് ആകാതിരിക്കാൻ ഒരു പരിമിതിയും ദൈവം ഇട്ടിട്ടില്ല. ആത്മാവിന്റെ ശക്തി റിലീസ് ആകുന്നതിനകത്ത് ദൈവം ഒരു പരിമിതി ഇട്ടിട്ടില്ല. നിങ്ങളാ അളക്കുന്നേ, നിങ്ങളാ അളക്കുന്നേ. എന്റെ വിഷയം അതല്ല. വിശ്വാസം പറയാൻ പറ്റുമോ? എന്നാൽ അകത്ത് കിടക്കുന്ന ആത്മശക്തി എന്താണെന്ന് ദൈവം നിങ്ങളെ ധരിപ്പിക്കാൻ പോവുക. ഉണ്ടാകട്ടെ എന്ന് പറയാൻ എത്ര പേർക്ക് പറ്റും? ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ചിലതിനെ നിർമ്മിക്കാനുള്ള ദൈവശക്തി നിങ്ങളുടെ അകത്ത് കിടപ്പുണ്ട്. ചിലതിനെ മെനയാനുള്ള ദൈവശക്തി നിങ്ങളുടെ അകത്ത് കിടപ്പുണ്ട്.
ഇനി അല്ല ഈ ആഴ്ച ഒന്ന് ഇത് പരീക്ഷിക്കാൻ തയ്യാറുള്ള എത്ര പേരുണ്ട്? ഞാൻ ചലഞ്ച് ചെയ്യുക, നിങ്ങളെ ചലഞ്ച് ചെയ്യുക. ഈ ആഴ്ച നിങ്ങൾ നെഗറ്റീവ് പറയത്തില്ല. ഈ ആഴ്ച ഞാൻ പോസിറ്റീവ്, ഞാൻ എൻ്റെ കണ്ണ് കർത്താവ് എങ്ങനെയാണോ കാണുന്നത് അങ്ങനെ ഞാൻ കാണും. ഞാൻ പറയും, പറഞ്ഞാൽ നീ കണ്ടിരിക്കും. നിങ്ങളുടെ അകത്ത് പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഈ പരിശുദ്ധാത്മാവിനകത്ത് ഈ വിശ്വാസത്തിന്റെ ആത്മാവ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഇതൊക്കെ ബേസിക്കാണ് കേട്ടോ, ഇതെല്ലാം ബേസിക്കാണ്. ജ്ഞാനപൂർത്തി പ്രാപിക്കേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട്. ഈ ബേസിക് കാര്യങ്ങൾക്കകത്ത് നിന്നുകൊണ്ട് ഞാൻ ആത്മാവിൽ കൈമാറുകയാണ്. വിശ്വാസത്തെ പുറപ്പെടുവിക്കാൻ നിങ്ങൾക്ക് കഴിയണം. പുറപ്പെടുവിച്ചാൽ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ് എല്ലാം തുറന്നു വരുന്നത്. ആ വാക്യോടെ എനിക്ക് പരിശുദ്ധാത്മ ഓണാക്കി തരികയാണ്. ചോദിക്കുന്നതിലും എല്ലാവരും ഒച്ചത്തിൽ പറ, ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി നമ്മുടെ, എത്ര പേർക്ക് മനസ്സിലായ വാക്ക്? നിങ്ങൾ അകത്താണ് നിക്ഷേപിച്ചിരിക്കുന്നത്. സനീഷേ, നിന്റെ അകത്താണ് ദൈവത്തിന്റെ ആത്മാവിനാൽ നിന്റെ പ്രൊവിഷൻസ് മൊത്തം ഒരുക്കി വെച്ചേക്കുന്നത്. നിന്റെ ഭാവി മൊത്തവും മറഞ്ഞിരിക്കുന്നത് നിന്റെ അകത്താണ്. നിന്റെ വളർച്ച മൊത്തവും മറഞ്ഞിരിക്കുന്ന, കൊരിന്ത്യലേഖനം പറയുന്നത് ഏതൊരു ലോകജ്ഞാനിയെയും ഭോഷനാക്കി മാറ്റുന്ന വിശ്വാസത്തിന്റെ വാക്ക് നീ വിശ്വസിക്കാൻ തുടങ്ങിയാൽ അവർ ഭോഷനായി പോകുന്നത് പോലെ നീ പൊങ്ങി വരും. ഹല്ലേലൂയ. എല്ലാവരും കണ്ണുകളടച്ച 1-2 എക്സസൈസ് ചെയ്ത് നമുക്ക് നിർത്താം. നിങ്ങളുടെ ലൈഫിനെ നോക്കി നിങ്ങളൊന്ന് പറഞ്ഞു തുടങ്ങി, കർത്താവേ എല്ലാ ശൂന്യതകളും മാറട്ടെ, എല്ലാ ശൂന്യതകളും മാറട്ടെ.